പി ആർ സുനിൽ നേർക്കുനേർ മത്സരിച്ചത് 11 സീറ്റുകളാണ്. ഇപ്പോൾ എൻ ഡി എയുടെ ടാലി നോക്കൂ, 201 എത്തിയിരിക്കുകയാണ്. 2010 റാബറി ദേവിക്ക് പരാജയം നേരിടേണ്ടി വന്ന RJD ഏറ്റവും വലിയ തകർച്ച നേരിട്ട അതേ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഇപ്പോൾ മഹാഗഠബന്ധൻ എത്തുകയാണ്. 36-ൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ഉള്ളത്. ഈ രീതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ 2010 ആവർത്തിക്കില്ലേ? ഇത്രയധികം തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തകർച്ചയുണ്ടായി എന്നതൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരില്ലേ സുനിൽ? ഉറപ്പായും ആത്മപരിശോധന നടത്തേണ്ടി വരും. കാരണം ഇത് ഒരുപക്ഷെ മഹാസഖ്യം വിജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. രാഷ്ട്രീയമായി അത്രയ്ക്ക് അനുകൂല സാഹചര്യങ്ങൾ മഹാസഖ്യത്തിന് ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പക്ഷേ മഹാസഖ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ലീഡ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ മഹാസഖ്യം ഈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കം, അടി, അങ്ങനെയുള്ള വലിയ ബഹളമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മഹാസഖ്യത്തിൽ കണ്ടത്. സീറ്റിന് വേണ്ടി RJD കോൺഗ്രസും തമ്മിൽ തർക്കമുണ്ടായി. ഒടുവിൽ മഹാസഖ്യത്തിന് യോജിച്ചൊരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മാത്രമല്ല പത്രിക നൽകുന്ന ദിവസത്തിന് മുൻപ് സ്ഥാനാർത്ഥികളെ ഒഫീഷ്യലായി പ്രഖ്യാപിക്കാൻ പോലും ഈ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല. RJD സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല, രഹസ്യമായി പത്രിക നൽകുകയായിരുന്നു. അതൊക്കെയായിരുന്നു ഇത്തവണ മഹാസഖ്യത്തിൽ കണ്ട കാഴ്ച എന്നത്. അപ്പോൾ ഈ പാർട്ടികളൊക്കെ തന്നെ ആത്മപരിശോധന നടത്തേണ്ടി വരും. വലിയ തകർച്ചയാണ്, വലിയ പരാജയമാണ്. ഇതിനി പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. രാഷ്ട്രീയമായി വിജയിക്കാൻ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം നിന്ന RJDക്കും സാധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ വിശ്വാസ്യത പൂർണ്ണമായി തകരുന്നു എന്നുകൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് 2014-ൽ തകർന്നതിന് ശേഷം ഇപ്പോഴും കോൺഗ്രസിന് ഉണർന്നെണീക്കാൻ സാധിക്കുന്നില്ല. ഒറ്റയ്ക്ക് നിന്നാൽ BJPയോട് വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം, BJPയോട് നേരിട്ട് നിന്ന് പോരാടാൻ കഴിയാത്ത സാഹചര്യം, മറ്റ് ചെറിയ പാർട്ടികളുടെ പിന്തുണയോടെയാണ് ഉത്തർപ്രദേശിലായാലും കോൺഗ്രസിന് വിജയിക്കാനാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് സമാജ്വാദി പാർട്ടിയുടെ വോട്ട് കൂടി ലഭിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസിന് പലയിടങ്ങളിലുമുണ്ട്. ഇനി കോൺഗ്രസ് നേരിടാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളി എന്നത് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഇനി കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ RJD കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. സമാജ്വാദി പാർട്ടി ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഹകരിക്കാത്ത നിലപാടിലേക്ക് പോകും. അതുകൊണ്ട് കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നു. കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പ്രാദേശിക പാർട്ടികളും വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്ന ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളൊക്കെ തന്നെ ആത്മപരിശോധന നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് SIR മാത്രം ഉയർത്തി, വോട്ട് അട്ടിമറി മാത്രം ഉയർത്തി എത്രത്തോളം ഒരു രാഷ്ട്രീയ പ്രചരണവുമായി പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറുകയാണ്. എന്തായാലും ബീഹാർ തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ പാഠമായി മാറണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം 20 വർഷം ബീഹാർ ഭരിച്ച നിതീഷ് കുമാറിന് വലിയ ബീഹാറിന്റെ ഒരു ദാരിദ്ര്യാവസ്ഥയും ഒക്കെ തന്നെ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോഴാണ് ബീഹാറിൽ ഒന്നും ചെയ്യാൻ മഹാസഖ്യത്തിന് കഴിയാതെ പോയത്. നോക്കൂ, ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഡൽഹി കേന്ദ്രീകരിച്ച് SIRമായി ബന്ധപ്പെട്ട് വലിയ പ്രചരണമൊക്കെ തന്നെ നടത്തി. പക്ഷെ അപ്പോഴും ബീഹാറിലേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി പോലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ആ അവസാന ആഴ്ചയിൽ മാത്രമാണ്. അതിനു മുൻപ് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് പി ആർ സുനിൽ പവർ പോയിന്റ് പ്രസന്റേഷനിലേക്ക് പോയപ്പോൾ യഥാർത്ഥ ജനങ്ങളുടെ പവർ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റി എന്ന് വേണ്ടേ കരുതാൻ. കാരണം തേജസ്വി യാദവിന് സ്വന്തം ശക്തി കേന്ദ്രത്തിൽ ഫാമിലി ബാസ്റ്റാണ് രാഘോപൂരിൽ 2200-ലധികം വോട്ടിന് പിന്നിൽ നിൽക്കുകയാണ് തേജസ്വി. BJPയുടെ സതീഷ് കുമാർ തോറ്റും ജയിച്ചുമൊക്കെ ആ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ 10-20 വർഷമായി സജീവമായ ആളാണ്. റാബറി ദേവിയെ 2010-ൽ തോൽപ്പിച്ച അതേ സതീഷ് കുമാർ ഇപ്പോൾ ലീഡ് ചെയ്യുകയല്ലേ സുനിൽ? ഉറപ്പായും അവിടെ വലിയ ഒരു തിരിച്ചടിയാണ് ഏതായാലും ഇപ്പോൾ തേജസ്വി യാദവ് നേരിടുന്നത്. കാരണം തേജസ്വി യാദവിനെ പോലൊരാൾ ഈ മണ്ഡലത്തിൽ പിന്നോട്ട് പോകാൻ പാടില്ലായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വലിയ യുവാക്കളുടെയൊക്കെ തന്നെ വലിയ പിന്തുണ നമ്മൾ തേജസ്വി യാദവിന്റെ ഓരോ പ്രചരണ റാലികളിലും കണ്ടതാണ്. അങ്ങനെ തേജസ്വി യാദവ് തിളങ്ങി നിന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുടുംബ മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം, RJDയുടെ കുത്തക സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു സ്ഥലത്ത് തേജസ്വി യാദവ് ഇപ്പോൾ പുറകിലും മുന്നിലുമൊക്കെയായി കഴിഞ്ഞ കുറേ മണിക്കൂറുകളിൽ മാറി മറിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, 2288 വോട്ടുകൾക്ക് തേജസ്വി യാദവ് പിന്നിലായിരിക്കുന്നു. അപ്പോൾ അല്പസമയം മുമ്പ് നോക്കിയപ്പോൾ 500 വോട്ടുകൾക്ക് തേജസ്വി യാദവ് മുന്നിൽ വന്നുവെങ്കിൽ പോലും ഇപ്പോൾ BJPയുടെ സതീഷ് കുമാറിന് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു BJP നേതാവാണ്. അദ്ദേഹത്തോട്
തേജസ്വി യാദവ് 2288 വോട്ടുകൾക്ക് പിന്നിലാണ്. അപ്പോൾ ഒരുപക്ഷെ തേജസ്വി യാദവ് പരാജയപ്പെട്ടേക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ രാഘോപൂർ മണ്ഡലത്തിലെ സാഹചര്യം മാറുകയാണ്. 9 റൗണ്ട് വോട്ടേ ഈ രാഘോപൂർ മണ്ഡലത്തിൽ ഇതുവരെ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ. 30 റൗണ്ട് വോട്ട് എണ്ണാനുണ്ട്. ഒരുപക്ഷെ വിജയിച്ചാൽ തന്നെ, ചെറിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ പോലും ഇതൊരു വിജയമാണോ എന്ന തരത്തിൽ RJDക്ക് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് രാഘോപൂർ മണ്ഡലത്തിൽ, RJDയുടെ കുത്തക മണ്ഡലത്തിൽ, യാദവ കോട്ടയിൽ ഇപ്പോൾ തേജസ്വി യാദവ് വിയർക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതൊരു വലിയ ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമാണ്. ഇത്രയും വലിയൊരു പ്രചരണം നടത്തിയിട്ടും ഈ ആൾക്കൂട്ടം ഒന്നും തന്നെ ഒരു വോട്ടായില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. വോട്ടർ അധികാര യാത്ര നടത്തിയപ്പോൾ അന്ന് കോൺഗ്രസ് ഒക്കെ തന്നെ ദേശീയ തലത്തിൽ വിലയിരുത്തിയത് ബീഹാർ മാറാൻ പോകുന്നു, ബീഹാറിൽ വലിയ ചലനമുണ്ടാകാൻ പോകുന്നു എന്നതായിരുന്നു. കാരണം തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് വോട്ടർ അധികാര യാത്ര നടത്തിയപ്പോൾ അന്ന് വലിയ ജനക്കൂട്ടമായിരുന്നു, യുവാക്കളുടെ വലിയ ആവേശമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വോട്ടായി മാറും എന്നൊക്കെ തന്നെ കോൺഗ്രസും RJDയും ഒക്കെ തന്നെ പ്രതീക്ഷിച്ചു. പിന്നീട് വോട്ട് ചർച്ചയൊന്നും തന്നെ കാര്യമായി ഉയർത്താതെ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു തേജസ്വി യാദവ് പ്രചരണവുമായി മുന്നോട്ട് പോയത്. പക്ഷെ അതും ഗുണം ചെയ്തില്ല എന്നതാണ്. ബീഹാർ വലിയ തോതിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. തൊഴിലില്ലായ്മ അവിടെ വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ബീഹാറിൽ നിന്ന് ഒരുപാട് ആളുകൾ തൊഴിൽ തേടി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ബീഹാറിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജാർഖണ്ഡ് സംസ്ഥാനം ബീഹാറിൽ നിന്ന് അടർത്തി മാറ്റിയതോടുകൂടി ബീഹാറിന്റെ സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായി അടഞ്ഞു. പിന്നീട് അവിടെ ആകെയുള്ളത് കുറെ വയലും അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് കൃഷിയും മാത്രമാണ്. അപ്പോൾ കൃഷി കൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ബീഹാർ മാറി. ബീഹാറിന് മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതായി. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിലൂടെ മാത്രമേ ബീഹാറിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് മുൻപ് ലാലു പ്രസാദ് യാദവിന്റെ ഒരു പ്രസംഗം ഞാൻ കോട്ട് ചെയ്തത്. ജാർഖണ്ഡ് പോയാൽ ലാലുവും ബാലുവും ആലുവും മാത്രമേ ഇവിടെ ഉണ്ടാകൂ എന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്. അപ്പോൾ ആ നിലയിലേക്ക് ബീഹാർ അധപ്പതിച്ചു പോയി. കഴിഞ്ഞ 20 വർഷം ബീഹാറിൽ നഗരമേഖലയിലൊക്കെ വികസനമുണ്ടായി. പക്ഷേ ഗ്രാമങ്ങളിലൊന്നും ബീഹാർ വളർന്നിട്ടില്ല. ഇപ്പോഴും വലിയ ദാരിദ്ര്യം തന്നെയാണ് ഗ്രാമങ്ങളിലൊക്കെ തന്നെയുള്ളത്. വലിയ അഴിമതിയുണ്ട്. പക്ഷേ ഇതൊന്നും രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിനും RJDക്കും മഹാസഖ്യത്തിനും കഴിഞ്ഞില്ല എന്നത് ഈ പാർട്ടികളുടെ വലിയ രാഷ്ട്രീയ പരാജയമാണ്. കാരണം ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ അതിൽ നിന്ന് മുന്നോട്ട് ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഈ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ പാർട്ടികൾ ആത്മപരിശോധന നടത്തുക തന്നെ വേണം. ഏതായാലും വോട്ട് ചോരിയൊന്നും ഉയർത്തി ബീഹാറിൽ ഇനി എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ട് പ്രയോജനമില്ല. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ, അത് പശ്ചിമ ബംഗാൾ ആയിക്കോട്ടെ, അസം ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ വളരെ കൃത്യമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ ബീഹാർ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.